ജമ്മു കശ്മീരിൽ വിനോദസഞ്ചാരത്തിന് പോയ മലയാളി സംഘം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. കോഴിക്കോട് നാദാപുരം സ്വദേശി പി സഫ്വാനാണ് മരിച്ചത്. സംഘത്തിലെ 15 പേരിൽ 12 പേരും മലയാളികളാണ്. പരിക്കേറ്റ 6 പേരുടെ നില ഗുരുതരമാണ്. നാദാപുരത്ത് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേർന്നു. അഭിജിത്ത്, ഈ മലയാളികളെല്ലാം സുഹൃത്തുക്കളാണോ? ഇവർ എങ്ങനെയാണ് ഇവിടുന്ന് ഏതെങ്കിലും ട്രാവൽ ഏജൻസിയുടെ അത്തരം ഭാഗമായാണോ കശ്മീരിലെത്തുന്നത്? വിശദാംശങ്ങൾ, പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? സുഹൈൽ, ജമ്മു കാശ്മീരിൽ ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ മരിച്ച സഫാൻ കോഴിക്കോട് നാദാപുരം ഈയങ്കോട് സ്വദേശിയാണ്. ഇന്ന് രാവിലെയോടെയാണ് സഫാന്റെ വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. വലിയ ഞെട്ടലിലാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെയുള്ളത്. ഇപ്പോൾ സഫാന്റെ വീട്ടിലേക്ക് ഈ വിവരമറിഞ്ഞ് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തും ആ ഒരു നടുക്കം കാണാം. കാരണം അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ്, മരണമാണ്. ഇക്കഴിഞ്ഞ വോട്ടെടുപ്പ് ദിവസം സഫാൻ നാട്ടിലേക്ക് എത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങിപ്പോയതാണ് സഫാൻ. അതിനുശേഷം തൻ്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പമാണ് ജമ്മു കാശ്മീരിലേക്ക് ഒരു വിനോദയാത്ര പോകുന്നത്. നമുക്കിവിടെ പ്രദേശവാസിയും വാർഡ് മെമ്പറും കൂടിയായ CK നാസർ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? സഫാന് ഇലക്ഷൻ്റെ തലേ ദിവസം നാട്ടിലേക്ക് വന്നതായിരുന്നു. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വോട്ട് കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കാശ്മീരിലേക്കുള്ള ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. പാലക്കാട് വെച്ചാണ് ജമ്മുവിലേക്ക് ട്രെയിനിലേക്ക് പോയത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പ്രത്യേകമായ ഒരു ട്രാവലിലേക്ക് പോകുന്നിടയിലാണ് രാത്രി ഏകദേശം ഒരു 9:30 മണി സമയത്ത് വലിയൊരു ലോറി വന്ന് ഇവരുടെ വാഹനത്തിനിടിക്കുകയും തൽക്ഷണം സഫാൻ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ ലഭിച്ചിട്ടുള്ളത്. സഫാൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അറിഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച് എംബാം കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മാർഗം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് സഫാൻ നാട്ടിലൊക്കെ വളരെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു? സഫാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ്. വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുമൊക്കെ എല്ലാവർക്കും പ്രിയങ്കരനായി പ്രവർത്തിക്കുന്ന, എല്ലായ്പ്പോഴും ഒരു നിറപുഞ്ചിരിയോടുകൂടി മാത്രം ആളുകളെ സമീപിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ചെറിയ പ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ട സഫാൻ. സുഹൈൽ, ഇങ്ങനെയാണ് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്ന ഒരാളായിരുന്നു സഫാൻ. ആ ഒരു വിയോഗത്തിന്റെ ഞെട്ടൽ തന്നെയാണ് എല്ലാവരുടെയും മുഖത്തുള്ളത്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. സുഹൈൽ, ശരി, അഭിജിത്താണ് വിശദാംശം നൽകിയത്. സഫ്വാന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ്, വിങ്ങലിലാണ് നാദാപുരത്തെ പ്രദേശവാസികൾ. കൂടുതൽ